കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം സംബന്ധിച്ച് പല വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒരു 2 ആഴ്ചത്തെ ഇടവേള വന്നിട്ടുണ്ട്. ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ മുഖാന്തരം നിങ്ങളുമായി വിഷയങ്ങൾ പങ്കുവെക്കുന്നതിൽ അല്പ കാലതാമസം നേരിട്ടിട്ടുണ്ട്. എങ്കിലും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഒരു കാലിക പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയവുമായിട്ട് തന്നെയാണ് ഇന്ന് കടന്നു വരുന്നത്. അത് മറ്റൊന്നുമല്ല, എതിർ ക്രിസ്തു എന്നുള്ള വിഷയം. നാം പലപ്പോഴും ഈ ഒരു വാക്ക്, എതിർ ക്രിസ്തു എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം പൂർണ്ണമായ രീതിയിൽ നാം മനസ്സിലാക്കുന്നുണ്ടാകുകയില്ല. പിന്നെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അതിനെ കുറച്ചുകൂടി നമുക്ക് അന്തിക്രിസ്തു എന്ന പേരിൽ നാം ഇത് പലപ്പോഴും അന്തിക്രിസ്തു എന്ന പേരിലാണ് നാം ഇത് പറയുന്നത്. എതിർ ക്രിസ്തു അഥവാ അന്തിക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ്. എന്താണ് ഈ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ഈ ആൻറ്റി ക്രൈസ്റ്റ്, ഈ അന്തിക്രിസ്തു, അതാരാണ് എന്നുള്ള ആ ഒരു വിഷയം തികച്ചും കാലിക പ്രസക്തമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, കാരണം ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മോട് ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ, എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനം മനുഷ്യ മനസ്സുകളിൽ, വിശേഷിച്ചും ക്രൈസ്തവ സമൂഹങ്ങളിൽ ഈ എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനം എത്ര വലുതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എതിർ ക്രിസ്തുവിനെ സംബന്ധിച്ച് യോഹന്നാന്റെ ലേഖനത്തിൽ ഒരു ഭാഗം, 1-2 ഭാഗങ്ങളിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യ നാഴികയാകുന്നു എന്ന് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. വീണ്ടും അതേ യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ: യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വരും, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. ഇനി നാം കുറച്ചുകൂടെ മറ്റ് വേദഭാഗങ്ങൾ ചിന്തിച്ചാൽ ഈ എതിർ ക്രിസ്തുവിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു രൂപരേഖ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഒരു രേഖാചിത്രം എന്ന് തന്നെ പറയാം. ആരാണ് നമുക്ക് മനസ്സിലാക്കുവാൻ, ആരാണ് ഈ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആരാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഒരു കുറ്റവാളികളുടെ ഒരു രേഖാചിത്രം പോലീസുകാർ തയ്യാറാക്കുന്നത് പോലെ തന്നെ വേദപുസ്തകം ഈ എതിരാളിയുടെ അല്ലെങ്കിൽ ഈ എതിർ ക്രിസ്തുവിന്റെ ഒരു രേഖാചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട് പല വേദഭാഗങ്ങളിലായിട്ട്. നാം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ വരുമ്പോൾ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ, വെളിപാട് പുസ്തകം തന്നെ 13-ാം അധ്യായം, 17, 18 അധ്യായങ്ങൾ, അതിനുശേഷം തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനി 2-ാം അധ്യായം, ഇവിടെയെല്ലാം നമുക്ക് ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ എതിർ ക്രിസ്തുവിന്റെ ചിത്രം വളരെ വ്യക്തമായി അതിൻ്റെ പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം നാം ഒന്നിനു പുറകെ ഒന്നായി ചിന്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും ആരാണ് ഈ എതിർ ക്രിസ്തു എന്നുള്ളത്. അപ്പൊ അതിനെ പൂർണ്ണമായ ഈ ഭാഗങ്ങളെല്ലാം പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നേ ദിവസം. അത് കാരണം അതിനുള്ള സമയം നമുക്ക് കിട്ടുകയില്ല. ഞാൻ അതിൻ്റെ സൂചന നിങ്ങളുടെ മുമ്പിൽ തരിക. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്:
രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവുമായ അതിബലമുള്ളതായ ഒരു നാലാമതൊരു മൃഗത്തെ കണ്ടു. അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അവയുടെ ഇടയിൽ മറ്റൊരു കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറിഞ്ഞുപോയി. ഇവിടെ ഒരു കൊമ്പിന്റെ ചിത്രത്തിലാണ്, മുളച്ചു വരുന്ന ഒരു മൃഗത്തിന്റെ തലയിൽ മുളച്ചു വരുന്ന ഒരു കൊമ്പിന്റെ ചിത്രത്തിൽ കൂടെയാണ് ദാനിയേൽ നമ്മുടെ മുമ്പിൽ ഈ എതിർ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്നത്. ഇനി വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നോക്കിയാൽ അവിടെ നാം വായിക്കുക, സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയിപ്പാനുള്ള ഒരു ആൺകുട്ടിയെ അവൾ പ്രസവിച്ചു. അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ച ഈ സ്ത്രീ, ഈ ഒരു അധ്യായത്തെ കുറിച്ച് വളരെ തെറ്റായ ധാരണ നമ്മുടെ ക്രൈസ്തവ വിഭാഗങ്ങളിലുണ്ട്. അപ്പൊ ആ അധ്യായം പൂർണ്ണമായും നമുക്ക് അടുത്ത ദിവസം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇതൊരു സൂചന നൽകുകയാണ്. ഒരു സ്ത്രീ, അവളെന്താ ചെയ്തിരിക്കുന്നത്? സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയിക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ച ഒരു സ്ത്രീയുടെ ചിത്രമാണ് നമുക്ക് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിന്റെ 13-ാം അധ്യായത്തിൽ കാണുന്നത് 10 കൊമ്പും 7 തലയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് കണ്ടു. അപ്പൊ സമുദ്രത്തിൽ നിന്നും കയറുന്ന ഒരു മൃഗത്തിന്റെ ചിത്രം, ആ മൃഗത്തിന് വളരെ വിശേഷണങ്ങളുണ്ട്. അതിൽ കൂടെയാണ് ഈ എതിർ ക്രിസ്തുവിനെ നമുക്ക് അപ്പോസ്തലൻ വിവരിച്ച് കാണിക്കുന്നത്. ഇതിന്റെ 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. നോക്ക, ഇതാ പറയുന്നേ 17-18-ാം അധ്യായത്തിലും ഇത് തന്നെയാ പരാമർശനം. ഏതാ? ഒരു പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന ഒരു മഹാവേശ്യ. ഇവിടെ നാം കാണുന്നത് ഈ എതിർ ക്രിസ്തു ഒരു മഹാവേശ്യയുടെ രൂപത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് ഇതാരെയും വേദനിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. ഇത് വേദപുസ്തകം ബൈബിളിൽ എഴുതിയിരിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഇനി തെസ്സലോനിക്ക ലേഖനം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അല്ലെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നാണ്. 2 തെസ്സലോനി 2-ാം അധ്യായം. അവിടെ ഇങ്ങനെയാ പറയുന്നത്: ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ടു വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുതേ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുതേ. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തേ എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. ഇവിടെ നാം ചിന്തിക്കുക, എന്താണ്? ആദ്യമേ തന്നെ വലിയൊരു മുന്നറിയിപ്പാ കൊടുക്കുന്നത് അപ്പോസ്തലൻ. എന്ത് മുന്നറിയിപ്പാ? കർത്താവിന്റെ മടങ്ങി വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ജനം. അവർ പലപ്പോഴും അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ നിന്നും ഈ സമയത്തെക്കുറിച്ച്, കർത്താവിന്റെ മടങ്ങി വരവ് എത്രയും വേഗം സംഭവിക്കും എന്നുള്ള വലിയ ഒരു ആകാംക്ഷയിൽ അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയിൽ അവരിയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ജനത്തോട് അപ്പോസ്തലൻ പറയുകയാണ്,
ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്. കാരണം ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവർക്ക് ഇന്നവർ അനുഭവിക്കുന്ന എല്ലാ പീഡനങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് അവനൊരു നീതിയുള്ള രാജ്യം ഇവിടെ സ്ഥാപിക്കും. അവൻ രാജാവായി മടങ്ങി വരും. അപ്പൊ തങ്ങളുടെ എല്ലാ പീഡനങ്ങളും കഷ്ടതകളും മാറി അവനോടൊപ്പം ഇവിടെ ഈ ഭൂമിയിൽ വാഴുവാൻ തക്കവണ്ണം ഒരു അവസരമാണ് അവന്റെ മടങ്ങി വരവിന് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള പ്രത്യാശയിൽ കഴിയുന്ന ഈ വിശ്വാസികളോട് പറയുക, ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ടു വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുതേ. അപ്പൊ കർത്താവിന്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്ന നിങ്ങൾ അവന്റെ മടങ്ങിവരവിന്റെ സമയം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഒരു അടയാളം ഞാൻ നിങ്ങളോട് പറയുക. അപ്പൊ ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് അവൻ ഇവിടെ മടങ്ങി വരുന്നത് ഈ ലോകത്തിൽ ഈ ഭൂമിയുടെ അധികാരം രാജാവായിട്ടാണ്. ഈ ഭൂമിയുടെ ഭരണഭാരം കയ്യേൽക്കുവാൻ വേണ്ടി അവൻ മടങ്ങി വരുന്നത്. അപ്പോൾ പറയുക, അതിനു മുമ്പ് എന്ത് സംഭവിക്കണം? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഇതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ വിശ്വാസത്യാഗം സംഭവിക്കണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഉണ്ടോ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സഭയിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു വിശ്വാസത്യാഗത്തെ കുറിച്ചാണ്, ഒരു അപ്പോസ്റ്റസി. ഇത് ഉണ്ടായേ പറ്റൂ, ഉണ്ടാകണമെന്നാ പറയുന്നത്. അതിനുശേഷം മാത്രമാ എന്ത് സംഭവിക്കുന്നത്? കർത്താവിന്റെ മടങ്ങിവരവ് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇതിന് നാളുകൾ എടുക്കും. പാപ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനായ മാൻ ഓഫ് സിൻ എന്നാ വിളിച്ചിരിക്കുന്നത് ഈ എതിർ ക്രിസ്തുവിനെ. അവനൊരു പ്രായപൂർത്തിയായി ആയ ഒരു മനുഷ്യൻ, ഒരു പ്രായപൂർത്തിയായവൻ ആകുന്നതിനോട് മുമ്പ് എന്തു വേണം? അവനിവിടെ ജനിക്കണം, ഒരു ശിശുവായി ജനിക്കണം. ശിശുവായി ജനിച്ചവൻ വളരണം. വളർന്നാണ് അവൻ പ്രായപൂർത്തിയിലെത്തുന്നത്. അപ്പോഴേ അവനൊരു പുരുഷനാകുകയുള്ളൂ, ഒരു യുവാവ് ആകുകയുള്ളൂ. അപ്പൊ അതുവരെയും നിങ്ങൾ കാത്തിരിക്കണം. അതിന് മുന്നോടിയായി എന്ത് വേണം? വിശ്വാസത്യാഗം സംഭവിക്കണം. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇന്നത്തെ നമ്മുടെ പല മതങ്ങളും പഠിപ്പിക്കുന്നത്, വിശേഷിച്ചും നമ്മുടെ നവീകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്? ഇവിടെ യെരുശലേമിൽ ഒരു ദേവാലയം പണിയും. ആ ദേവാലയത്തിൽ ഒരു വ്യക്തി, എതിർ ക്രിസ്തു എന്ന പേരിൽ ഒരു വ്യക്തി അവിടെ സ്ഥാനാരോഹണം ചെയ്യപ്പെടും. അതാണ് ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ മുന്നോടിയായി സംഭവിക്കുന്നത്. ഇത് വിശ്വസിക്കാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇപ്പോൾ നാം വായിച്ചതിന്റെ പിന്നാലെ വരുന്ന ചില വേദഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു വേദഭാഗം ആണ് ഇതിന് സഹായിക്കുന്നത്. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. അപ്പൊ അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് അവൻ അവിടെ എന്ത് ചെയ്യും? സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന ഒരുവനായി തീരും. ഇത് അക്ഷരീകമായി ഒരു ദേവാലയം പണിത് അവിടെ ഒരു സിംഹാസനസ്ഥനാകുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് എന്ന് പഠിപ്പിക്കുന്ന പല വിഭാഗങ്ങളെയും കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ അതിനു മുമ്പ് ഈ ഭാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏത് സ്വഭാവത്തെ, അതിന്റെ അർത്ഥം എന്താണ്? പലരും തെറ്റിദ്ധരിക്കും. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് വ്യക്തമായി എതിരിടുന്നവനാണ്. അവനെ നേരെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് എതിർ ക്രിസ്തു എന്നാ പലരും ചിന്തിക്കുന്നത്.
എന്നാൽ അതല്ല. ഇവിടെ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമധേയം എടുത്തുകൊണ്ട് ഞാൻ സുവിശേഷത്തിന്റെ സംരക്ഷകനാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം ഇവിടെ അധികാരത്തിന്റെ മേഖലകൾ കൈയാറുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു സംവിധാനമാണ്, ഒരു സഭയാണ് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞാല് നമുക്കറിയാം, നമ്മളിപ്പോ ഈ അടുത്ത സമയത്തുണ്ടായ ഒരു ഭീകരാക്രമണമുണ്ട്. അവരെന്താ ചെയ്തത്? കാശ്മീരിലുണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ ഈ ഭീകരന്മാർ എന്താ ചെയ്തേ? അവർ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരുടെ ജവാന്മാരുടെ ആ സൈനിക വേഷം അണിഞ്ഞുകൊണ്ട് ആ സൈനികർ കയ്യിലേന്തുന്ന തോക്ക് പോലെയുള്ള തോക്കും കയ്യിലേന്തി അവർ നമ്മുടെ പ്രദേശങ്ങളിൽ കൂടെ കടന്നു വരികയാണ്. എന്നിട്ട് അവർ നിരപരാധികളായിരിക്കുന്ന ആ ടൂറിസ്റ്റുകളെ, ആ സഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പൊ ആദ്യ ദർശനത്തിൽ ഇവരാരാ? ഇവര് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ തന്നെയാണ്. അവരുടെ വേഷം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അവർ വേഷപ്രച്ഛന്നരായിട്ടാണ് വരുന്നത്. അവരൊരിക്കലും നേരെ ഞങ്ങൾ ഭീകരരാണ് എന്ന് പറഞ്ഞിട്ടല്ല അവർ കടന്നു വരുന്നത്. ഒരു ഉദാഹരണം നോക്കിയാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ നമ്മുടെ മയക്കുമരുന്നുകൾ, ഇത് വിദ്യാർത്ഥികൾക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ആദ്യ പടി എന്ന് പറയുന്നത് മിഠായിയുടെ രൂപത്തിലാണ്. നല്ല മധുരമുള്ള മിഠായികൾ കുട്ടികൾക്ക് ഇവർ സപ്ലൈ കൊടുക്കും വളരെ സ്നേഹപൂർവം. പക്ഷെ ആ മിഠായി അവർ സ്നേഹപൂർവം കൊടുക്കുന്ന മിഠായി വാങ്ങി രുചിച്ച് നല്ല രുചിയായിട്ട് അനുഭവിക്കുമ്പോൾ, മധുരമുള്ളതായിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു അവരുടെ മസ്തിഷ്കത്തെയും അവരുടെ നാഡീ ഞരമ്പുകളെയും ഒക്കെ അതിനെ ആക്രമിച്ച് കീഴടക്കുന്ന, അവരെ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു വസ്തുവായി തീരുകയാണ്. അവർ നേരെ ഇത് MDMA ആണെന്നോ ഇത് ഏതെങ്കിലും മയക്കുമരുന്നാണെന്നോ പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ അവരെടുക്കുന്ന രൂപം ഒരു മിഠായിയുടെ രൂപമാണ്. സ്വാദുള്ള മധുരതരമായിരിക്കുന്ന ഒരു മിഠായിയുടെ രൂപത്തിലാണ് ഇത് കൊടുക്കുന്നത്. ഇത് തന്നെയാണ് എതിർ ക്രിസ്തുവിന്റെയും സ്വഭാവം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ നേരിട്ട് ക്രിസ്തുവിനെ എതിർക്കുന്ന ഒരു വിഭാഗമല്ല ഇത്. ക്രൈസ്തവ സഭയിൽ നിന്നും രൂപപ്പെടുന്നതാണ്, ക്രിസ്ത്യാനികളിൽ നിന്നും രൂപപ്പെടുന്നതാണ്. അവർ ക്രിസ്തുവിന്റെ വേഷം ധരിച്ച്, ക്രിസ്തുവിന്റെ നല്ല ഇടയന്മാരുടെ വേഷം ധരിച്ച് അവർ അടുത്തുകൂടുമ്പോൾ അവർ ഈ വിശ്വാസികളിലേക്ക് കുത്തിവെക്കുന്നത്, അവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് ക്രിസ്തുവോ അപ്പോസ്തോലന്മാരോ നൽകിയിരിക്കുന്ന സത്യസുവിശേഷത്തിന്റെ ഒരു കണിക പോലും അതിനകത്തില്ല. സകല ജഡീയ ദുരാചാരങ്ങളുടെയും ഒരു മൂർത്തിമൽ ഭാവമായി ക്രൈസ്തവ സഭ അധപ്പതിച്ചു. അതാണ് ഇവരിൽ കൊണ്ട് കുത്തിവെക്കുന്നത്. അതാണ് നാം കാണുന്നത്. നോക്കുക, അപ്പൊ ക്രൈസ്തവ സഭ ഇന്ന് ലോകത്തിലുള്ള മറ്റ് ഏതു മതങ്ങളെക്കാളും അധപ്പതിച്ച അവസ്ഥയിലാണ്. സങ്കടകരമായിരിക്കുന്ന മൂല്യച്യുതി സംഭവിച്ച ഒരു സഭയാണ് ക്രൈസ്തവ സഭ. കാരണം ലോകത്തിൽ നാം നോക്കിയാൽ നിരവധിയായിരിക്കുന്ന മതങ്ങളുണ്ട്. ആ മതങ്ങൾക്ക് എല്ലാം ലഭിച്ചിരിക്കുന്ന മതഗ്രന്ഥങ്ങളുണ്ട്. ആ മതഗ്രന്ഥങ്ങളെ എല്ലാം അവരെങ്ങനെ കാണുന്നു? അതിനെയൊക്കെ അവർ അതീവ ഭക്തിയോടും അതീവ ബഹുമാനത്തോടും കൂടെ കാണുന്നവരാണ്. എന്നാൽ ക്രൈസ്തവ സഭ അവർക്ക് നൽകപ്പെട്ട വിശുദ്ധ വേദപുസ്തകം അതിനെ ചുട്ടരിക്കുവാനും അത് കയ്യിൽ കൊണ്ടു നടക്കുന്നവരെ നിഷ്കരുണം അവരെ കൊന്നു തള്ളുവാനും, അത് പരിഭാഷപ്പെടുത്തുന്നവരെ അവരെ ജീവപര്യന്തം മരണം വരെയും തുറുങ്കിലടയ്ക്കുവാനും ശ്രമിച്ചിട്ടുള്ള ഒരു സഭ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിനേക്കാൾ അധികം ദുഃഖകരമായിരിക്കുന്ന ഒരു അനുഭവം മറ്റ് ഏത് മതങ്ങൾക്കുണ്ട്? ഇപ്പൊ ദൈവം നൽകിയ ഈ വലിയ ഈ ഗ്രന്ഥത്തെ, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട് മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഈ ഗ്രന്ഥത്തെ തള്ളിപ്പറയുകയും അതിനെ ഉപേക്ഷിക്കുകയും അത് കൊണ്ടു നടക്കുന്നവരെ അവരെ കുറ്റവാളികളായി വിധിക്കുകയും അത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവരെ അങ്ങേയറ്റം
അവരെ അവരെ കുറ്റവാളികളായി വിധിച്ച് അവർക്ക് വധശിക്ഷ നൽകുകയും ചെയ്ത ഒരു സഭയാണ് ക്രൈസ്തവ സഭ. നമ്മൾ കണ്ടു നോക്കുക. ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ വീണ്ടും പറയുക, ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ അപ്പൊ എന്തു വേണം? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. എന്താ വിശ്വാസത്യാഗം? രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒന്ന്, വിശ്വാസപരമായിരിക്കുന്ന അടിസ്ഥാന സത്യങ്ങൾ, വിശ്വാസങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് അവിടെ വിശ്വാസത്യാഗം സംഭവിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും. എന്നാ ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച്, അത് മനുഷ്യൻ മരിച്ചാൽ അവൻ ഇല്ലായ്മയിലാണെന്ന് പറയുമ്പോൾ മനുഷ്യന് ഒരു അമർത്യമായ ആത്മാവുണ്ട് എന്ന് അവരെ പഠിപ്പിക്കുന്നത് ഈ ക്രൈസ്തവ സഭയാണ്. അപ്പൊ ഇമ്മോർട്ടൽ സോൾ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പാപികൾക്ക് ഒരു ശുദ്ധീകരണ സ്ഥലത്തേക്ക് അവരുടെ ആത്മാക്കൾ പോകുന്നു എന്ന്, അവരെ ഒരു നിത്യ നരകത്തിന്, ദണ്ഡനത്തിന് വിധേയരാക്കുന്നുവെന്ന് ദൈവം ഏകനെന്ന് ബൈബിൾ ഉടനീളം പ്രഖ്യാപിക്കുമ്പോൾ ദൈവം ഏകനല്ല, ത്രിയേകനാണ് എന്നുള്ള ആ ജാതീയ വിശ്വാസം ക്രൈസ്തവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, മരിച്ചവർക്ക് വേണ്ടിയും മരിച്ചവരോടുമുള്ള പ്രാർത്ഥനയിൽ കൂടെ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും മരണാനന്തര ശുശ്രൂഷകൾ മനുഷ്യനെ മോക്ഷത്തിലെത്തിക്കുമെന്നും പഠിപ്പിക്കുന്നവർ, ഇതൊക്കെ വിശ്വാസത്യാഗത്തിന്റെ അടയാളങ്ങളാണ്. വിശ്വാസത്യാഗമായി ഇതൊക്കെയും നാം മനസ്സിലാക്കുക. മറ്റൊന്ന്, ക്രൈസ്തവ സഭ നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടുകളിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പോലും അപമാനകരമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അതിന് മാറ്റം വന്ന് എപ്പോഴാണ് എന്ന് ഞാൻ പറയാം. ഒരു കാലത്ത് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലൊക്കെ ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഒരു അവഹേളിക്കപ്പെട്ട്, ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതേറെ ഒരു അങ്ങേയറ്റം നാണക്കേടിന്റെ, അപമാനത്തിന്റെ ഒരു അവസ്ഥയായിരുന്നു ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭ ഒരു പീഡിത സഭയായിരുന്നു. എന്നാൽ കുസ്തന്തീനോസ് അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന, കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തി, ജാതീയ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രമേണ ഈ ക്രൈസ്തവ മതം ഒരു രാജകീയ മതമായി മാറുകയും ചെയ്തതിനോടുകൂടി അതുവരെ പീഡിത സഭയായിരുന്ന ക്രൈസ്തവ സഭ അവർ ഒരു രാജകീയ പദവിയിലേക്ക് മാറ്റപ്പെട്ടു, രാജകീയ സഭയായി മാറ്റപ്പെട്ടു. അതുവരെ തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. ക്രിസ്തു പറഞ്ഞു, യേശു പറഞ്ഞു, എന്താ? മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല. ആകാശത്തിലെ പറവകൾക്ക് ആകാശമുണ്ട് എന്ന് പറഞ്ഞ യേശു മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ്, അത് തന്നെയായിരുന്നു എല്ലാ ആദിമ നൂറ്റാണ്ടുകളിലെയും വിശ്വാസികളുടെ അനുഭവം. അതായിരുന്നു. ആ സ്ഥാനത്ത് ക്രൈസ്തവ സഭ അവർക്ക് എഴുതി പതിച്ച് ലഭിച്ച സ്ഥാനങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ അധികാരങ്ങൾ കൊണ്ട്, അവർക്ക് ലഭിച്ച സാമ്പത്തികമായ സഹായങ്ങൾ കൊണ്ട് ഭൂമി പതിച്ചു കിട്ടി. അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി ആരാധനാലയങ്ങൾ പണിയുവാൻ സമ്പത്ത് ധാരാളമായി അവർക്ക് വന്നുകൂടി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ പീഡിത സഭ എന്നുള്ള അവസ്ഥ അവർക്ക് മാറ്റം വന്നു. അപ്പൊ എന്താ? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണമെന്നാ പറഞ്ഞത്. ഈ 2-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ആ സഭാപിതാക്കന്മാരുണ്ട്. അവര് പോളികാർപ്പ്, ഇഗ്നേഷ്യസ്, ജസ്റ്റിൻ മാർട്ടിയർ, ക്ലെമന്റ് മുതലായ സഭാപിതാക്കന്മാർ. അവർ അങ്ങേയറ്റം ലാളിത്യത്തിന്റെയും എളിമയുടെയും വിനയത്തിന്റെയും മൂർത്തിമത് ഭാവമായിരുന്നു. അവർ ദൈവത്തിന്റെ വചനം അറിയിച്ചിരുന്നത് ഒളിസങ്കേതങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ദൈവത്തിന്റെ വചനം അറിയിച്ചു കൊടുത്തിട്ടുള്ളവരാ. എന്ന ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നു. ഒരു രാജകീയ സഭയായി മാറിക്കഴിഞ്ഞപ്പോൾ ആ അവസ്ഥ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പൊ വിശ്വാസത്യാഗത്തിന്റെ
ഉത്ഭവം ഇവിടെയാ. അതാ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ അവരുടെ കാലത്ത് തന്നെ ഈ വിശ്വാസത്യാഗത്തിന്റെ ലക്ഷണങ്ങൾ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി അവിടെ വടംവലികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇത് പൂർത്തിയാകാൻ സമയം വീണ്ടും വേണ്ടി വന്നു എന്നുള്ളതാ. കാരണം ഞാൻ പറഞ്ഞു, ഒരു ശിശു ജനിച്ചു, അത് വളർന്ന് പ്രായപൂർത്തിയാകുവാൻ സമയമെടുക്കും. അതുപോലെ തന്നെയായിരുന്നു. നമുക്കറിയാം AD 539 ആരായിരുന്നു ഈ പാപ്പസി? AD 539 പാപ്പസി അത് പൂർണ്ണമായും, അല്ലെങ്കിൽ ഈ എതിർ ക്രിസ്തു അത് പൂർണ്ണമായും അധികാരത്തിലേക്ക് അവരോധിക്കപ്പെടുന്നത്. ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ചക്രവർത്തി കോൺസ്റ്റന്റൈന്റെ കാലത്ത് AD 325 നിഖ്യാ സുന്നഹദോസിൽ ഈ പല ഉപദേശങ്ങളും, ബൈബിള് പറയുന്ന പല ഉപദേശങ്ങളും അവ പലതും ദുരുപദേശങ്ങളാണെന്ന് പറയുകയും അന്നത്തെ ജാതീയ ആചാരങ്ങൾ കോൺസ്റ്റന്റൈൻ ഈ സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെ ആ ശിശുവിന്റെ വളർച്ചയുടെ കാലഘട്ടമാണ്. എന്നാൽ AD 539 ആയപ്പോൾ ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, പൊന്തിഫസ് മാക്സിമസ് എന്ന ഒരു പദവിയാണ് ഇവിടുത്തെ ഈ സഭാ മേലധ്യക്ഷന്മാർക്ക് കൊടുത്തത്. പൊന്തിഫസ് മാക്സിമസ് എന്ന് പറഞ്ഞാൽ എന്താ? ചീഫ് റിലീജിയസ് റൂളർ എന്ന, ഇപ്പൊ മതപരമായ മുഖ്യ അധികാരി. ചക്രവർത്തിമാരെ പോലും അധികാരത്തിലേറ്റാൻ, വാഴിക്കാനുള്ള അവകാശം അവർക്ക് ലഭിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പീഡിത സഭയായിരുന്ന ക്രൈസ്തവ സഭ, ഞാൻ പറയുന്നു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. അപ്പൊ ഈ വിശ്വാസത്യാഗം ക്രൈസ്തവ സഭയിൽ സംഭവിച്ചതിന്റെ ആ ഒരു ഏടുകളാ നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷം എന്താ ഉണ്ടായത്? അവര് ഈ പാപ്പ എന്നുള്ള ആ ഒരു വിശേഷണം, പാപ്പ എന്ന് പറഞ്ഞ പിതാവെന്ന, ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒക്കെ വിശുദ്ധ പിതാവാണ് എന്നുള്ള ആ ഒരു പദവിയിലേക്ക് ഈ ക്രൈസ്തവ സഭയുടെ ഒരു പരമാധ്യക്ഷനായി പാപ്പ എന്നുള്ള പേരിൽ നമ്മൾ ഇന്ന് കാണുന്നു. എന്താ കാണുന്നത്? പരിശുദ്ധ പിതാവെന്നാ വിളിക്കുന്നത്. യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതേ, സ്വർഗസ്ഥനായ ഒരുവനത്രേ നിങ്ങളുടെ പിതാവ്. ഇത് പറഞ്ഞിട്ട് നമ്മൾ നോക്കുക, വിശ്വാസത്യാഗം ഇതിനെ കാറ്റിൽ പറച്ചിക്കൊണ്ട് പരിശുദ്ധ പിതാവ് എന്നുള്ള നാമധേയം സ്വീകരിക്കുവാൻ തക്കവണ്ണം, ആ നാമധേയത്തിൽ അറിയപ്പെടുവാൻ തക്കവണ്ണം ഇവിടുത്തെ മാർപ്പാപ്പാമാർ അതിനുള്ള ആ വഴികളാണ് വെച്ചത്. ഇങ്ങനെ ഈ ക്രൈസ്തവ സഭയിൽ നേരിട്ട ആ മൂല്യച്യുതി, അതാണ് വിശ്വാസത്യാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ വിശ്വാസപരമായി, അധികാരപരമായി ഒക്കെ അവിടെ അപ്പോസ്റ്റസി, ആ ആദിമ വിശ്വാസങ്ങളിൽ നിന്നും, ആദിമ അവസ്ഥയിൽ നിന്നും സഭയ്ക്ക് മാറ്റം വന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഒരു പോപ്പിനെ, പുതിയൊരു പോപ്പിനെ, ഒരു പോപ്പ് മരിച്ചു, പുതിയൊരു പോപ്പിനെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നാം പത്രവാർത്തകളിൽ കണ്ടു, പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ ഏതാണ്ട് 130ഓളം കർദിനാളന്മാർ അവിടെ വത്തിക്കാനിൽ കൂടിയിരിക്കുകയാണ്. എന്നിട്ടോ അവർ എത്ര ദിവസം കൊണ്ടാ ഈ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത്? എന്നിട്ട് അവർ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. യോഗ്യനായിരിക്കുന്ന ഒരു വ്യക്തിയെ പാപ്പായായി, പരിശുദ്ധ പിതാവായി ഞങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരണം, അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം, പ്രാർത്ഥിക്കുക. ലോകമെങ്കും പ്രാർത്ഥനയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ ഈ കോൺക്ലേവുകൾ നടത്തേണ്ട ആവശ്യമെന്താ? 130 കർദിനാളന്മാർ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ കൂടുമ്പോൾ ഈ 130 പേർക്കും പരിശുദ്ധാത്മാവാണ് ഈ നിർദ്ദേശം നൽകുന്നതെങ്കിൽ ഒരൊറ്റ നാമം പറഞ്ഞു കൊടുത്താൽ പോരെ? അപ്പൊ എന്തിനാണ് ഓരോ പ്രാവശ്യവും ഈ മജോറിറ്റിക്ക് വേണ്ടി, ഭൂരിപക്ഷത്തിന് വേണ്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ പരിശുദ്ധാത്മാവ് ആരെയും കൃത്യമായി വിവരങ്ങൾ അറിയിക്കുന്നില്ല.
കൃത്യമായി എന്ന് മാത്രമല്ല ഒരു വിധത്തിലും ഇതിൽ പരിശുദ്ധാത്മാവിന്റെ യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഇതിൽ ഇല്ല എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ വ്യക്തമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഞാൻ മാറുകയാണ്, ഞാൻ വീണ്ടും വരികയാണ്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം, എന്നിട്ടോ അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായവൻ വെളിപ്പെടണം. അപ്പൊ ഈ എതിർ ക്രിസ്തുവിന്റെ ചില നാമധേയങ്ങളാണ് നാം കാണുന്നത്. എന്തെല്ലാം പേരുകളാണ്? ഒന്ന് അധർമ്മമൂർത്തി എന്ന ദ മാൻ ഓഫ് ലോ, ദ മാൻ ഡൂംഡ് ടു ഡിസ്ട്രക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ, നാശയോഗ്യൻ. അടുത്ത അധർമ്മമൂർത്തി, അധർമ്മത്തിന്റെ മർമ്മം, പാപമനുഷ്യൻ, ദ മാൻ ഓഫ് ലോലെസ്നെസ്, ഇതാണ് ഇംഗ്ലീഷിൽ വെച്ചിരിക്കുന്നത്. പാപമനുഷ്യൻ, എതിർ ക്രിസ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത, ഇങ്ങനെയുള്ള വിവിധ പേരുകളിലാണ് വേദപുസ്തകം ഈ എതിർ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് മാർപ്പാപ്പ എത്രയോ പേരുകളാ, ദൈവദൂഷണകരമായിരിക്കുന്ന എത്രയോ നാമങ്ങളാ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതിനൊക്കെ എതിരായിക്കൊണ്ട് വേദപുസ്തകം ഈ മാർപ്പാപ്പായ അല്ലെങ്കിൽ ഈ എതിർ ക്രിസ്തുവിന്റെ എതിർ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് അവൻ അധർമ്മമൂർത്തിയാണ്, അവൻ നാശയോഗ്യനാണ്, അവൻ പാപമനുഷ്യനാണ്, അവൻ എതിർ ക്രിസ്തുവാണ്, അവൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയാണ്, അവനൊരു മൃഗമാണ്, അവൻ ഒരു വേശ്യയാണ്. ഈ രീതിയിലാണ് വിശുദ്ധ വേദപുസ്തകം ഈ എതിർ ക്രിസ്തുവിനെ നാമകരണം ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഞാൻ പറഞ്ഞു ഏതെല്ലാം സ്വഭാവത്തിലാണ് ഈ വിശ്വാസത്യാഗം, അത് ക്രൈസ്തവ സഭയിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ എന്ത് ചെയ്യും? അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നോ എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ ദേവാലയത്തിലിരുന്നു ഉണ്ട്. അപ്പൊ എന്താ ദേവാലയം എന്ന് പറഞ്ഞാൽ? നാം നമ്മുടെ കൈപ്പണിയായി നിർമ്മിക്കുന്ന ഒരു ദേവാലയത്തെ കുറിച്ചല്ല അവിടെ ദേവാലയം എന്ന് അവിടെ അർത്ഥമാക്കുന്നത്. നാം എന്താ പിന്നെ ദേവാലയം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയാ, നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നാ പറയുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരാരാണ്? അവര് ദൈവത്തിന്റെ യഥാർത്ഥ ആലയം അവരാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. എങ്ങനെ? യു ആർ ദാറ്റ് ടെമ്പിൾ എന്ന ഇംഗ്ലീഷിൽ. നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ യു ആർ ദാറ്റ് ടെമ്പിൾ എന്ന്, നിങ്ങളാണ് ആ മന്ദിരം. യഹോവയ്ക്ക് വസിക്കുവാനുള്ള മന്ദിരം നിങ്ങളാണ്. 1 കൊരിന്ത്യർ 3:16 നാം വായിക്കുന്ന. 2 കൊരിന്ത്യർ 6:16 ഇങ്ങനെയാ കാണുന്നത്: നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. അപ്പൊ ഇവിടെ എന്താ എതിർ ക്രിസ്തു ചെയ്യുന്നത്? അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്. അപ്പൊ ഏതാണ് ഈ ദേവാലയം? നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യ മനസ്സുകളാണ്, വിശ്വാസികളുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് അവന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത്. ആ സ്ഥാനം അവൻ നേടി സത്യവിശ്വാസികളെ പീഡിപ്പിക്കുകയും ക്രൂശിക്കുകയും ചെയ്തുകൊണ്ട്, അന്ധവിശ്വാസങ്ങൾക്ക് വഴിമരുന്നിട്ടുകൊണ്ട് അവൻ ഈ ജാതീയ വിശ്വാസങ്ങളെ ക്രൈസ്തവ വിശ്വാസങ്ങളുമായി ഇടകലർത്തിക്കൊണ്ട് ഈ തന്റെ ജനത്തെ അല്ലെങ്കിൽ ദൈവജനത്തെ പൂർണ്ണമായും അവരുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. നാം നോക്കുക, നാം ദൈവത്തിന്റെ വചനം, സത്യവചനം എത്ര ഉച്ചത്തിൽ എത്ര വ്യക്തമായി
ഇന്നത്തെ ക്രൈസ്തവ വിഭാഗങ്ങളോട് ക്രിസ്ത്യാനികളോട് നാം പറഞ്ഞാലും അവർക്കൊക്കെ പാരമ്പര്യങ്ങളും അവർ ആചരിച്ചു വന്ന ആചാരങ്ങളുമാണ് അവർക്ക് വലുത്. അത് വിട്ടുപോരാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം അവരുടെ മനസ്സിൽ കുടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുവനാണ്, ഒരു എതിർ ക്രിസ്തു അവരുടെ മനസ്സിൽ ആ ദേവാലയത്തിൽ അവൻ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ നാം കാണുന്നത്. ഇരമ്യാ പ്രവചനത്തിൽ പറയും, എന്താ പറയുന്നത്? അവർ ജീവന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു, എന്നിട്ടോ അവർ പൊട്ട കിണറുകളെ കുഴിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. വെള്ളമില്ലാത്ത പൊട്ട കിണറുകളെ അവർ കുഴിച്ചിരിക്കുകയാണ്. ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ഇരമ്യാ പ്രവചനം 3-ാം അധ്യായം പറയാ, ജീവന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ടോ ജീവനില്ലാത്ത, വെള്ളമില്ലാത്ത, ജലത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത പൊട്ട കിണറുകളെ അവർ കുഴിച്ചിരിക്കുകയാണ്. അവർക്കത് മതി. ഇതാണ് നാം കാണുന്നത്. അപ്പൊ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ചു. നോക്ക, ദൈവം എന്നുള്ള ആ വാക്ക. മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത്, ദൈവം എന്നുള്ള പദത്തിന് പലരും ചിന്തിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇത് യഹോവയാം ദൈവമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരാ. എന്നാൽ ദൈവം എന്നുള്ള വാക്കിന് ഇതിനൊക്കെ അപ്പുറം മറ്റു ചില അർത്ഥങ്ങളുണ്ട്. ദൈവം എന്നുള്ള പദത്തിന് ശക്തി ഉള്ളവൻ എന്നേ അർത്ഥമുള്ളൂ. യഹോവയാം ദൈവത്തെയാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ആ പദത്തിന്, അല്ലെങ്കിൽ യഹോവ എന്നുള്ള നാമം, ആ നാമം അവൻ മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ല. ഇവിടെ എതിർ ക്രിസ്തു ദൈവം എന്ന രൂപത്തിൽ ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ദൈവമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന തിയോസ് എന്നുള്ള പദം, അതിന്റെ അർത്ഥം നാം നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ പറയുന്നതിന്, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അപ്പൊ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരാം. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ പറയാ, അവർ അഹരോനോട് ഞങ്ങൾക്ക് മുമ്പേ നടക്കാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. അപ്പൊ ഇങ്ങനെ അനേകം വാക്യങ്ങൾ, സമയം പോകുന്നതുകൊണ്ട് ഞാൻ മറ്റു വേദഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ദൈവം എന്നുള്ള പദത്തിന് ശക്തിയുള്ള എന്തിനേയും ആരെയും ദൈവമെന്ന് വിളിക്കാം. നിർജീവ വസ്തുക്കളെ പോലും, പട്ടണങ്ങളെ പോലും ഏലോഹീം ദൈവമെന്ന് വിളിച്ചിട്ടുണ്ട്. ഇതാണ് നാം കാണുന്നത്. അപ്പൊ അവൻ ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന ഒരു എതിരാളിയാണ്. ഇന്ന് നാം നോക്കുക, ഈ പാപ്പസി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇത് ഒരു വ്യക്തിയല്ല, ഇത് ഈ പാപ്പാ മതത്തെയാണ് ഇത് കാണിക്കുന്നത്. പാപ്പസിയാണ് ഈ എതിർ ക്രിസ്തു കാണിക്കുന്നത്. ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ ദൈവമെന്ന് നടിച്ചെന്ന് പറഞ്ഞാൽ സകലത്തിനും മീതെ അധികാരമുള്ളവൻ ഞാനാണ്. അതാണല്ലോ ചക്രവർത്തിമാരെ പോലും വാഴിക്കുവാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പ്രസ്താവിക്കുകയും അങ്ങനെ ലോകത്തിന്റെ തന്നെ ഭരണം ശേഷിച്ച് നമുക്കറിയാം. എന്താ അവരവിടെ ഒരു വത്തിക്കാനിൽ അവിടെ ഒരു രാജ്യം സ്ഥാപിച്ച് അവിടെ വാഴുന്നവരായി തീർന്നിരിക്കുക, അധികാരത്തിൽ കയറിയിരിക്കുക. അപ്പൊ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിച്ചു. ഇപ്പൊ ഈ സഭയെക്കുറിച്ച് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുക, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദിമ സഭയെ ക്രിസ്തു എന്ന ആ മണവാളന് വേണ്ടി കാത്തിരിക്കുവാൻ മനസ്സില്ലാത്തവരായി അവർ ഈ ലോക രാജാക്കന്മാരുമായി വേഴ്ചയിലേർപ്പെട്ടു, അധികാരം പങ്കിട്ടു. ഇതാണല്ലോ ഒരു രാജാവിന്റെ പത്നിയായിരിക്കുക എന്ന് പറയുമ്പോൾ ആ രാജാവിന്റെ പോലെ അധികാരമുള്ളവളായി തീരുക. ക്രൈസ്തവ സഭയ്ക്കുണ്ടായ വിശ്വാസത്യാഗത്തിന്റെ മറ്റൊരു മുഖമാത്. ഈ ലോകത്തിലെ അധികാരങ്ങൾ പങ്കിടാൻ വേണ്ടി അവർ ഈ ലോക രാജാക്കന്മാരുമായി അവർ വേഴ്ചയിലേർപ്പെട്ടു. അങ്ങനെ അവൾ ഒരു വേശ്യയായി തീർന്നു.
അതുകൊണ്ടാ വെളിപാട് പുസ്തകൻ പറയുന്നത് അവൾ ഒരു മഹാവേശ്യയാണ് എന്ന്. അപ്പൊ പ്രിയമുള്ളവരെ, നാം വീണ്ടും കാണുക, വിശ്വാസത്യാഗം ആരംഭിച്ചു. അതിനുശേഷം ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായി അവൻ വളർന്നു. ഈ ലോകത്തിന്റെ അധികാരങ്ങൾ അവന്റെ കൈപ്പിടിയിലാക്കുവാനുള്ള ശ്രമത്തിലായി അവൻ. ഇത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ച നമ്മൾ ആലോചിച്ച് നോക്കുക. ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ തന്റെ പുനർജനനത്തിൽ വരുമ്പോൾ, മനുഷ്യപുത്രൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും പുനർജനനത്തിൽ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. അപ്പൊ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് അധികാരമോ സിംഹാസനമോ കൊടുക്കുന്നത് അവരുടെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിലാണ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ ക്രിസ്തു എന്ന ആ രാജാവ് മണവാളൻ മടങ്ങി വരുവാൻ കാത്തിരിക്കാൻ മനസ്സില്ലാതെ ഈ ലോകത്തിന്റെ അധികാരം പങ്കുവയ്ക്കുവാൻ വേണ്ടി അധികാരദാഹികളായി അധികാരമോഹികളായി ഈ ലോകവുമായി വേഴ്ചയിൽ ഏർപ്പെട്ട ക്രൈസ്തവ സഭയുടെ അനുഭവം എത്ര ദുഃഖകരമാണ്. വീണ്ടും പ്രിയമുള്ളവരെ, ഞാൻ താഴേക്ക് പോവുകയാണ്. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു, ഇനി എന്നോർക്കുക. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തേ എന്ന് നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വിശ്വാസത്യാഗത്തിൽ തുടങ്ങി അവർ എന്ത് ചെയ്തു? അവരിങ്ങനെ അവർ ജനിച്ചു, ആ ശിശു വളർന്നു വരുന്നു. ഇനി അത് അധികാരത്തിൽ എത്തുവാൻ ചില തടസ്സങ്ങളുണ്ട്. അതെന്താണ് തടസ്സം? ഇപ്പോഴത്തെ കാര്യമല്ല, ഇത് 3-4 നൂറ്റാണ്ടുകളിലെ കാര്യമാണ്. നമുക്കറിയാം, AD 539 വരെ ഇവര് പൂർണ്ണമായ ഒരു അധികാരത്തിലെത്തിയിട്ടില്ല. അന്നാണ് ഇവർ ഈ സഭ അധികാരത്തിലെത്തുന്നത്. അതിനെന്താണ് തടസ്സമെന്ന? തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോക മാത്രം വേണം. ആരാണ് ഈ തടുക്കുന്നവൻ? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെളിപാട് പുസ്തകം 13, 12, 13 ഒക്കെ അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഇത് മനസ്സിലാകും. എങ്കിൽ ഞാൻ ഇവിടെ പറയുകയാണ്, ഈ തടുക്കുന്നവൻ മറ്റൊന്നുമല്ല, റോമാ സാമ്രാജ്യമാണ്. ഏതാ? ഈ രാഷ്ട്രീയ റോമാ സാമ്രാജ്യം കുസ്തന്തീനോസിൽ മുതൽ പിന്നീട് വന്നു. ഡയക്ലീഷ്യന്റെ കാലം ഉണ്ടായിരുന്നു, നീറോയുടെ കാലം ഉണ്ടായിരുന്നു, അതിനുശേഷം കുസ്തന്തീനോസ് വന്നു, പിന്നെ ജസ്റ്റീനിയൻ വന്നു. ഇങ്ങനെയുള്ള ജാതീയ റോമാ സാമ്രാജ്യം, ദ പാഗൻ റോമൻ എംപയർ എന്ന് പറയാം ആണ് നമ്മൾ അതിനെ പറയുന്നത്. ആ പാഗൻ റോമൻ എംപയർ, രാഷ്ട്രീയ റോമാ സാമ്രാജ്യം, ഇവരും ക്രൈസ്തവ റോമാ സാമ്രാജ്യവും തമ്മിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ റോമാ സഭയും തമ്മിൽ ഉള്ള വലിയൊരു ഗുസ്തി, അധികാരത്തിന് വേണ്ടി വലിയൊരു വടംവലി നടന്ന കാലങ്ങളുണ്ട്. അതാണ് 4-5 നൂറ്റാണ്ടുകൾ, 6 നൂറ്റാണ്ടുകളിലൊക്കെ അതാ സംഭവിച്ചത്. അവസാനം എന്തുണ്ടായി? ഞാൻ പറഞ്ഞു, ജസ്റ്റീനിയൻ ഈ ക്രൈസ്തവ സഭയെ പൂർണ്ണ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് അവർ ഈ സ്ഥാനത്ത് നിന്നും, അതിനു മുമ്പ് തന്നെ റോമിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഈ റോമാ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോവുക മാത്രം വേണം. എന്തിനാ? ഈ പറഞ്ഞ എതിർ ക്രിസ്തു അവന്റെ പൂർണ്ണ അധികാരത്തിൽ, സിംഹാസനത്തിൽ അവരോധിതനാകുവാൻ. അപ്പൊ ആ തടുക്കുന്നവൻ എന്ന് പറഞ്ഞത് ഈ റോമാ സാമ്രാജ്യമാണ്. ഏത് റോമാ സാമ്രാജ്യം? ഈ രാഷ്ട്രീയ റോമാ സാമ്രാജ്യം. അവൻ ഈ അധികാരം ഇവന് കൈമാറി. അതിനുശേഷം ഈ പറയുന്ന ക്രൈസ്തവ സഭ ഇങ്ങനെ പൂർവാധികം ശക്തി ആർജിച്ചുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സത്യവിശ്വാസികളെ മുഴുവൻ, വേദപുസ്തകത്തെ അടക്കം 1260 വർഷക്കാലം പീഡിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു വേദഭാഗത്തെ കുറിച്ചുള്ള ഇത് വളരെയധികം വിശദീകരിക്കുവാനുണ്ട്, സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. നാം മനസ്സിലാക്കുക, തീർച്ചയായും ദൈവത്തിന്റെ ഈ പറഞ്ഞ ദുരുപദേശങ്ങളുടെ ആ ഒരു ആരംഭം
അതെ, യൂദായുടെ ലേഖനം നാം നോക്കിയാൽ നമുക്ക് അവിടെ ഒരു വാക്യം, ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാ. യൂദായുടെ ലേഖനം അതിന്റെ 4-ാം അധ്യായം മുതൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നോക്കുക, ഈ ശൈശവകാലം പാപ്പസിയുടെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ശൈശവകാലത്തെ കുറിച്ചാ പറയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇതല്ലേ നടക്കുന്നത്? ക്രിസ്തുവിന് ക്രൈസ്തവരുടെ മനസ്സിൽ എവിടെയുണ്ട് സ്ഥാനം? ഇവിടെ വിശുദ്ധന്മാർക്കും മാതാവിനും ഇങ്ങനെയുള്ള കൊന്ത ചൊല്ലുകൾക്കും ജപമാലകൾക്കുമല്ലേ സ്ഥാനമുള്ളത്? ക്രിസ്തു അവരുടെ മനസ്സിൽ നിന്നും എന്നേ മൺമറഞ്ഞുപോയി. വീണ്ടും നാം യോഹന്നാന്റെ സുവിശേഷം തന്നെ നാം 4-ാം അധ്യായം അതിന്റെ ആദ്യ വാക്യം ഇങ്ങനെയാ പറയുന്നത്: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ഏത് ആത്മാക്കളെയും വിശ്വസിക്കാതെ. ഇവിടെ ആത്മാവെന്നുള്ളതിന് ഉപദേശം എന്ന അർത്ഥം. ആത്മാവെന്നുള്ള വാക്കിന് 12-ലേറെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യുവീൻ. പ്രിയ ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇത് വിശുദ്ധ വേദപുസ്തകം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ആചാരങ്ങളാണോ എന്ന് ഒന്ന് പരിശോധിക്കാൻ ഒരു നിമിഷം നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടാകുമോ? ഇതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പോ നിങ്ങളോട് ഈ വ്യാജ ഉപദേശങ്ങൾ നൽകുന്ന ആ ഉപദേഷ്ടാക്കന്മാരാണ് എതിർ ക്രിസ്തുക്കൾ. അവരാണ് എതിർ ക്രിസ്തു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവവചനം സംബന്ധിച്ച് നമുക്ക് വളരെ വ്യക്തമായി ആശയങ്ങൾ വേദപുസ്തകത്തിൽ ഇന്നത്തെ ഈ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദുരുപദേശങ്ങളുടെ വലിയ ഒരു അഴുക്ക് ചാലിലാണ് ഇന്ന് ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത്. ദൈവം അവരുടെ കണ്ണുകളെ തുറക്കട്ടെ. ദൈവം അവരുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകട്ടെ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് അവരെ വഴി നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവരിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 12, 13, 17 അധ്യായങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഈ എതിർ ക്രിസ്തു ആരാണെന്നുള്ളതിന്റെ കൃത്യമായ ഒരു രൂപം നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ആത്മാർത്ഥമായിരിക്കുന്ന ആ ഒരു ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വാക്യം ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ദൈവ കൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു.